Good morning. അപ്പോൾ നമ്മുടെ യൂണിറ്റ് 3ലെ കുറച്ച് പ്രോബ്ലം ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഇനി സിലബസിൽ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യാനുള്ള ഇത്രയും പോയിന്റ്സ് ആണ്. പ്രോബ്ലം ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ടെൻസർ ഓഫ് എ ക്രിസ്റ്റൽ ഈസ് ഗിവൺ ബൈ ടെൻസർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഡി, ഡിസ്പ്ലേസ്മെന്റ് ഡി ആണ് കാണേണ്ടത്. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഡി ആണ് കാണേണ്ടത്. ഫീൽഡ് അപ്ലൈഡ് ഈസ് ഈക്വൽ ടു 4j യൂണിറ്റ്സ്. ഈക്ക് ജെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, ഐ കമ്പോണൻറ്റും ഇസഡ് കമ്പോണൻറ്റും 0. വി ഹാവ് ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ. അതിൻ്റെ ടെൻസർ ഇക്വേഷനാണിത്. ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതിൽ എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ടെൻസറാണ് തന്നിട്ടുള്ളത്. ഇ വൈ ഇസ് ഈക്വൽ ടു 4 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. പിന്നെ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഫസ്റ്റ് റോവിനെ ഡി എക്സ് കാണാനായിട്ട് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഡി വൈ കാണാൻ വേണ്ടിയിട്ട് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ഡി സെഡ് തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം, പിന്നെ അതെല്ലാം കൂടി ആഡ് ചെയ്യും. ആ സ്റ്റെപ്പുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ വി വിൽ ഗെറ്റ് ഡി എക്സ് ഈക്വൽ ടു 0.8, ഡി വൈ ഇസ് ഈക്വൽ ടു 48 ആൻഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു 0.4. അതിന് വെക്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഡി ഇസ് ഈക്വൽ ടു 0.8i പ്ലസ് 48j പ്ലസ് 0.4k. യൂണിറ്റും കൂടി എഴുതണം, കൂളും പെർ മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് പ്രോബ്ലം, എ ലോങ് സ്ട്രേറ്റ് വയർ ഹാസ് എ ചാർജ് 5 മൈക്രോ കൂളും പെർ meter. It is surrounded by a rubber insulation of radius 0.5 cm. Find the electric displacement at 1 millimeter and 1 meter away from the wire. Straight wire ആണ്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/2 എപ്സിലോൺ 0. സിലിണ്ടറിൻ്റെ ഇക്വേഷൻ ലാംഡ ബൈ ആർ ഇൻറ്റു എൽ. ഇൻസൈഡ് ദ റബ്ബർ അവിടെ പെർമിറ്റിവിറ്റി ഈ 0/k കൂടി വരും. അപ്പോൾ 1/2 എപ്സിലോൺ 0k ലാംഡ ബൈ ആർ ആൻഡ് ഡി ഈസ് ഈക്വൽ ടു ഇ എപ്സിലോൺ 0 ഇൻറ്റു കെ. അപ്പോൾ ഈ എപ്സിലോൺ 0k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എപ്സിലോൺ 0k ഇവിടുന്ന് ക്യാൻസലായി പോകും. റിമൈനിങ് ടൈംസ് 1/2 ലാംഡ ബൈ ആർ ഇൻറ്റു ആർ. ഗിവൺ ലാംഡ ഇസ് ഈക്വൽ ടു 5 മൈക്രോ കൂളും പെർ സെൻറ്റിമീറ്റർ. ഇവിടെ ചാർജ് ഡെൻസിറ്റി ആണ് കേട്ടോ, ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടാണ്. ചാർജ് അല്ല, ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്. ആ ലാംഡ ഇസ് ഈക്വൽ ടു 5 മൈക്രോ കൂളും പെർ മീറ്റർ. ചാർജ് ആണെങ്കിൽ കൂളും മാത്രമല്ലേ വരുള്ളൂ. ഇനി ആർ ഇസ് ഈക്വൽ ടു 1 mm ആണ് ആദ്യം കണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1 mm. അവിടെ ആറിന് 1 millimeter കൊടുക്കുന്നു. വി വിൽ ഗെറ്റ് 0.795 ഇൻറ്റു 10⁻³ കൂളും പെർ മീറ്റർ സ്ക്വയർ. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോകും കേട്ടോ. ദെൻ ആർ ഇസ് ഈക്വൽ ടു 1 മീറ്ററിൽ ഇ ഇസ് ഈക്വൽ ടു E0 തന്നെ. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, ഡൈഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ, ഈ കാണുന്ന ഇക്വേഷൻ തന്നെ. എപ്സിലോൺ 0 ഇൻറ്റു 1/2 എപ്സിലോൺ 0 ലാംഡ ബൈ ആർ ഈസ് ഈക്വൽ ടു 0.7 ഇൻറ്റു 10⁻⁶ കൂളും പെർ മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ഈസ് എനർജി ഇൻ ഡൈഇലക്ട്രിക് സിസ്റ്റം. ഡൈഇലക്ട്രിക് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്ററിൻ്റെ എനർജി എങ്ങനെയാണ് വ്യത്യാസപ്പെടുക എന്ന് നോക്കാം. എനർജി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു, ½ CV². കപ്പാസിറ്റൻസ് അവിടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് C is equal to A epsilon 0/d. If the space between the plates of the capacitor is filled with a dielectric with a constant K, കപ്പാസിറ്റൻസ് മാറും. ഇവിടെ ഒരു K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ K ഇൻറ്റു C വരും. C1 is equal to K ഇൻറ്റു C. ലെറ്റ് us കൺസിഡർ 2 കേസുകൾ കൺസിഡർ ചെയ്യാം. ഡൈഇലക്ട്രിക് സ്ലാബ് വെക്കുന്നത് 2 കേസ്. ഒന്ന്, ആദ്യം സ്ലാബ് വെച്ചിട്ട് ബാറ്ററി, അതായത് EMF 0 ആക്കി കൊടുക്കുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വോൾട്ടേജ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം കേസ് 1 ഇതാണ് ആ പാരലൽ പ്ലേറ്റ്. അതിൻ്റെ ഇടയിൽ ആദ്യം എയർ ആയിരുന്നു മീഡിയം എപ്സിലോൺ 0. പിന്നെ നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ഉള്ള ഒരു മീഡിയം ഇതിൻ്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യണം. A parallel plate capacitor of area A and distance between the plates D. It has a capacitance C0 units. On inserting the dielectric slab, the കപ്പാസിറ്ററിൻ്റെ എനർജി ഡിക്രീസ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് നോക്കട്ടെ. Consider a parallel plate capacitor with area A and plate separation D. Let the capacitance C0. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ
It is then charged with a cell having EMF V0. Charge ചെയ്തതിന് ശേഷം the cell is removed. Okay. Then the energy of the capacitor before inserting the electric is half C0 V0 square കൊടുക്കുന്നു. When we introduce the dielectric slab and the thickness D ഉള്ള ഒരു dielectric slab ആണ് വെക്കുന്നത്, അതിൻ്റെ അകത്തേക്കായിട്ട് capacitance മാറുന്നു K into C0. Where K is the dielectric constant of the dielectric slab introduced. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറിയിട്ട് എന്താവും? V is equal to V0 by K. പൊട്ടൻഷ്യൽ V is equal to V0 by K. C0 മാറിയിട്ട് K into C0. അത് രണ്ട് വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂ energy of the capacitor with the dielectric becomes half C1 V square half K. C1 ന് പകരം K C0 കൊടുക്കുക. പിന്നെ V0 by K ആണ് പൊട്ടൻഷ്യൽ മാറുന്നത്. അപ്പോൾ ഹാഫ് ഇവിടെ ഒരു ടേം K ഉണ്ട്, ഇവിടെ K സ്ക്വയർ ഡിനോമിനേറ്ററിലുണ്ട്. മറ്റു ടേംസ് W0 ഈക്വൽ ആണ്. അപ്പോൾ W is equal to W0 by K. അതായത് ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ എനർജി 1 by K ടൈംസ് ആയിട്ട് കുറഞ്ഞു. ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ എന്താ കേസ് 1 എന്ന് പറഞ്ഞാൽ സെൽ ഈസ് റിമൂവ്ഡ് ആഫ്റ്റർ ചാർജിങ് ദ കപ്പാസിറ്റർ. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് റിമൂവ് ചെയ്യും കൂടി ചെയ്യുമ്പോഴാണ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ആണെങ്കിൽ എനർജി ഡിക്രീസസ്. That is the on inserting dielectric, the energy of a capacitor decreases by a factor K if the cell had been removed after charging the capacitor. പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി ബാറ്ററി അല്ലെങ്കിൽ സെല്ല് റിമൂവ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന കേസ് 2. ഓക്കെ, എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, സെയിം ഏരിയ, സെപ്പറേഷൻ D, capacitance CO connected to a cell of EMF V0. On inserting a dielectric slab, the energy of the capacitor increases. ഇവിടെ വോൾട്ടേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ the energy of the capacitor increases. അത് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ പോലെ തന്നെ ആദ്യം കപ്പാസിറ്റൻസ് C0 പിന്നെ പൊട്ടൻഷ്യൽ V0 ആണ്. ഡയലക്ട്രിക് ഇല്ലാത്തപ്പോൾ എനർജി ഈക്വൽ ടു ഹാഫ് C0 V0 സ്ക്വയർ. ഡയലക്ട്രിക് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ C1 is equal to K C0. ഇവിടെ EMF is equal to V0 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ K ടൈംസ് വ്യത്യാസം മാത്രം. ഡയലക്ട്രിക്കിൻ്റെ ഒരു K കോൺസ്റ്റൻറ്റ് കൂടി വരുന്നു. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഇടയിൽ ഡയലക്ട്രിക് വെക്കുന്നു, സെല്ല് അവിടെ തന്നെ ഇരിക്കുന്നു, റിമൂവ് ചെയ്യുന്നില്ലെങ്കിൽ എനർജി വിൽ ഇൻക്രീസ് ബൈ എ ഫാക്ടർ ഓഫ് K. That is, when the dielectric slab is introduced, the energy is increased by a factor K if the capacitor remains connected to the cell. നേരത്തെ കേസിൽ W0 by K ആയിരുന്നു ഡിക്രീസസ്. അവിടെ സെല്ല് റിമൂവ് ചെയ്തു, ഇവിടെ സെല്ല് അവിടെ തന്നെ വെക്കുമ്പോൾ എനർജി വിൽ ഇൻക്രീസ്. Then change in energy on inserting a dielectric. Figure shows the schematic representation what happens inside a dielectric when it is placed in a field E0. The field E0 induces charge on the surface of the dielectric causing polarization. ഒരു ഫീൽഡ് വെക്കുകയാണെങ്കിൽ പോളറൈസേഷൻ വഴി അതിൽ സർഫസ് ചാർജ് ഉണ്ടാവും. ദീസ് പോളറൈസേഷൻ ചാർജസ് പ്രൊഡ്യൂസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ED. E0 അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇൻഡ്യൂസ് ഫീൽഡ് ഉണ്ടാവുന്നത്. ദെയർഫോർ ദ നെറ്റ് ഫീൽഡ് E0 മൈനസ് ED. ED എന്ന് പറയുന്നത് ഡീപോളറൈസിങ് ഫീൽഡാണ്. Since the field is uniform throughout the medium, the field is given by dividing the potential difference between the two faces of the slab by thickness of the slab. That is, E0 is equal to V0 by D. After inserting the slab, the field becomes E ആയിട്ട് മാറും. ആദ്യം E0 ആയിരുന്നു, പിന്നെ സ്ലാബ് വയ്ക്കുമ്പോൾ ഫീൽഡ് E ആയിട്ട് മാറി. Since the distance between the plates remains the same, potential difference between the plates has to be changed to a new value VD such that E is equal to VD by D. VD എന്നുള്ള പുതിയ പൊട്ടൻഷ്യലായിട്ട് മാറുന്നുണ്ട് അല്ലേ? അപ്പോൾ E0 by E ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക? V0 by VD or E0 by E is equal to V0 by D is K. Therefore, VD is equal to V0 by K and E is equal to E0 by K. ഇതാണ് ചിത്രം. ഡയലക്ട്രിക് വയ്ക്കുന്നു. Schematic representation of what happens inside the dielectric when applying an electric field. Two types of charges shift in opposite directions. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്.
Field E0 is the applied field due to the charges on these conductors. ED is due to the charges induced on the surface, and E is the net field inside the dielectric. In energy increase, now let us see why the energy is increased in case 2. When the dielectric is introduced, the potential difference between the plates begin to fall to VD. Dielectric വയ്ക്കുമ്പോൾ പൊട്ടൻഷ്യലി കുറയാണെന്ന് പറഞ്ഞു അല്ലേ. In order to keep the potential difference as same as V0, the source supplies more and more charges to the capacitor by doing additional work. അതായത് സെല്ല് കുറേയും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. This additional work of the source increases and the energy stored in the capacitor. ആ അഡീഷണൽ വർക്ക് സെല്ലാണ് ശരിക്കും വർക്ക് കൂടുതൽ ചെയ്യുന്നത്, അത് പക്ഷേ എനർജി ഓഫ് ദ കപ്പാസിറ്റർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. E0/K എന്ന് പറഞ്ഞാൽ E ആണ്. പോളറൈസേഷൻ Q'/A. E0 is equal to Q/A∈0. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. The modulus of the induced charges Q' on a dielectric slab is derived. Q' equal to Q into 1 minus 1/K.